നീയോ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഇത്ര ധൃതിയിൽ ഇത് എങ്ങോട്ടാ പോകുന്നത്? വഴിയിൽ ആരാ നിൽക്കുന്നെന്ന് പോലും കാണാൻ പറ്റുന്നില്ല നിനക്ക്? ഓഹാ, ഇത്ര ധൃതിയിൽ നീ നിന്റെ പുതിയ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോവായിരിക്കും അല്ലേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ തലയിൽ അത് ഒരിക്കലും കേറില്ല. എനിക്ക് നന്നായി അറിയാം. നിന്റെ ആക്ടിങ് നിന്റെ കൈയിൽ വെച്ചാ മതി. ഞാൻ ഇന്നലെ കണ്ടതല്ലേ നീ എങ്ങനെ ആ പെൺകുട്ടിയുടെ നമ്പർ വാങ്ങിയെന്നും നിന്റെ നമ്പർ അവൾക്ക് കൊടുത്തേന്നും അവളെ ഹഗ് ചെയ്തു, എന്നിട്ട് അവളെ റോഡ് വരെ കൊണ്ടാക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി നീ വളരെ പെട്ടെന്ന് തന്നെ അവളുമായി ഡേറ്റ് ഫിക്സ് ചെയ്യുമെന്ന്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളില് നീ സമയം പാഴാക്കില്ലല്ലോ അല്ലേ മിസ്റ്റർ ഫ്ലോട്ട് നമ്പ്യാർ? കൊള്ളാലോ പ്രീത അറക്കൽ, നീ എന്നെ നന്നായി നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലേ. എന്നെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഐ മീൻ, ഇനി ഇങ്ങനെയൊന്നും അല്ലല്ലോ. നിനക്കെന്നോട് റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും മനസ്സിൽ തോന്നിയോ? നീ ഉണ്ടല്ലോ എന്റെ മനസ്സിൽ പോലും ഇല്ല, പിന്നെയല്ലേ റൊമാൻറ്റിക് ആകുന്ന കാര്യം. മനസ്സിലായോ? എന്താ നീ എന്നെ തീരെ സ്നേഹിക്കുന്നേ ഇല്ല. അതെ, ശരി. അങ്ങനെയാടി എനിക്ക് തോന്നുന്നതും. അതെന്താണോ, നീ ഒരു പമ്പര വിട്ടിയാടി. നിനക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ കിരണം വരെ മനസ്സിലാക്കാൻ സാധിക്കുക? ഒരു കാര്യം കേട്ടോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് നിന്നോട് സ്നേഹം തോന്നിയാലുണ്ടല്ലോ, ആ സമയത്തും നീ കണ്ടോ, നീ തന്നെ എന്റെ അടുത്തേക്ക് വരും, കീ കൊടുക്കുന്ന പാവയെ പോലെ. കാരണം നീ അപ്പൊ അടിമുടി മുങ്ങിയിട്ടുണ്ടാവും എന്റെ പ്രണയത്തിലെ. കിരൺ നമ്പ്യാർ, ഞാൻ മുങ്ങാൻ പോവാ നിന്റെ സ്നേഹത്തിന് മുന്നില്. കേട്ടില്ലേ നീ? ഇതുമല്ല, പക്ഷെ നീ അത്രയും വലിയൊരു തമാശ പറഞ്ഞപ്പോ കേട്ട് ഞാൻ അത്രയും ചിരിക്കുകയും ചെയ്തു. അത് നീ കേട്ടില്ലേ? എന്റെ മുടി തൊട്ടു പോരുത്. ഇതെന്താടി ചകിരിനാര് പോലെ? നീ എന്തിനാ എന്റെ മുടി ശരിയാക്കുന്നത്? നീ പോയി നിന്റെ പുതിയ ഗേൾ ഫ്രണ്ടിന്റെ മുടി ശരിയാക്കി കൊടുക്ക്. പോയി അവളുടെ മുടി നോക്ക്, അവളുടെ നടപ്പ് നോക്ക്, മുഖം നോക്ക്, വാട്ടെവർ. അതിന് ഞാൻ എന്താടി ചെയ്തേ? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അതൊക്കെ നീ വിട്ടേക്ക്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ശരി, മുൻപിൽ മാറും, എനിക്ക് അങ്ങോട്ട് പോണം. രാവിലെ എന്നെ കയറി വന്നോട് നാശം. അതെ, പാവം ആ പെണ്ണ. നിന്റെ സ്നേഹത്തിൽ അവള് വീണുപോയി. എന്തായാലും പാവം തന്നെ. അതുപോലെ ആസ് എ ഫ്രണ്ട് ഒരു അഡ്വൈസ് ഉണ്ട്. അവളത്ര പോരെന്നാ തോന്നുന്നേ, വേറെ നോക്കുന്നേ. അതെന്താടി, നിനക്കെന്താ അങ്ങനെ തോന്നേ? നീ മാത്രമേ എനിക്ക് ചേരൂന്നാണോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ നിന്റെ ചോയ്സിന്റെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിൽ എനിക്കെന്താ? നീ ആരെ വേണമെങ്കിലും നോക്കിക്കോ, ഞാൻ പോവുക. പ്രീത, ഓ എടി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വെള്ളമാണോ അതോ നിന്റെ മുഖമാണോ കൂടുതൽ ചൂടായിരിക്കുന്നത്? നിന്റെ കവളിൽ നിന്ന് പുക വരുന്നുണ്ട്. ഞാൻ ഒരാളെ കാണാൻ പോവാടി, പക്ഷെ അതൊരിക്കലും നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഓഹോ, അപ്പൊ പിന്നെ ഏത് തരത്തിൽ കാണാനാ പോകുന്നത്? അത് പിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ പ്രീത. പക്ഷെ ഇപ്പൊ നിനക്കൊന്നും മനസ്സിലാവില്ല. കാരണം സത്യം പറയുകയാണെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണാവും. അറിയില്ല ഈ സത്യം നിന്നോട് എപ്പോ പറയാൻ സാധിക്കുമെന്ന്. ഞാൻ നിന്നെ പൃഥ്വിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇവക്ക് അറിയേയില്ല എന്താ നല്ലതെന്നോ എന്താ ചീത്തയെന്നൊക്കെ. അത് മനസ്സിലാകാൻ വരെ ഞാൻ ഒന്നും മിണ്ടാൻ പോകുന്നില്ല. ഹലോ, എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ഇല്ല, അത് പിന്നെ എനിക്ക് കോഫി ഷോപ്പ് വരെ പോണം. ഒരു കോഫി ഷെയർ ചെയ്യണം, പിന്നെ കുറച്ച് സംസാരിക്കുകയും വേണം. ദാറ്റ്സ് ഇനഫ്. ഇത്രയും സിമ്പിൾ ആയ കാര്യം പറയാൻ ഇത്രയും സമയം എടുത്തു? വ്യക്തമായി പറഞ്ഞാൽ നീ എന്തോ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. നീ എന്നെയും കാണുന്നത് അതുപോലെ തന്നെയല്ലേ? നിന്റെ ബാക്കി ബേബി ഡോൾസിനെ കാണുന്നത് പോലെ. നിനക്ക് എല്ലാരും അങ്ങനെയല്ലേ? നിനക്ക് നാണമില്ല ആദ്യമായി എന്നോട് അങ്ങനെയൊക്കെ? ബട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. ലൈഫ് ഈസ് ഓൾ അബൌട്ട് എൻജോയ്മെന്റ്. റൈറ്റ്, ഞാനും ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ ബിലീവ് ചെയ്യുന്നില്ല. അപ്പൊ ശരി, അച്ഛമ്മ എന്നെ കാത്തിരിക്കുക. പൃഥ്വിയെ പറഞ്ഞുവിടാം നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിന്റെ പ്രിയപ്പെട്ട മുട്ടനാടിനെ. ഹായ്. ഹേയ്, ഇവൻ ഒരു കാര്യമില്ലാതെ പൃഥ്വിയുടെ പേര് പറഞ്ഞ എന്തിനാ? വാട്സ്ആപ്പ് ബ്രദർ, ഐ ആം റെഡി. യു ആർ റെഡി? ആർ യു ഷുവർ? ഷുവർ. എന്തോട്ടി? എടാ പോക്കറ്റ് ചെറുതാ. ബ്ലൂടൂത്ത് ഉണ്ടോ മോനെ? ആ, പോക്കറ്റ് വെച്ചേക്കായിരുന്നോ? അത് ചെവി വെക്ക്.
ഇത് എന്താടേത്? പൃഥ്വിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. ഓക്കെ? ശരി ഏട്ടാ. അപ്പോ ആ പെൺകുട്ടിയെ കാണാനല്ലേ ഇവൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ സമീറിനെ കൂടെ കൊണ്ടുപോകില്ലല്ലോ. പിന്നെ ആ ബ്ലൂടൂത്ത് വെച്ചത് എന്തിനാ? എവിടെയായിരിക്കും പോകുന്നത്? സമീർ എന്തായി? എല്ലാം ഓക്കെ അല്ലേ? ആ ചേട്ടാ, ഞാൻ ജാക്കറ്റ് ഇട്ടു. ഇനി ഷോൾ കൂടി ഇടണം. അല്ല ചേട്ടാ, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം. ഇങ്ങനെ മുഖം മറച്ച് തന്നെ മോഷ്ടിക്കണോ? ഇതെന്താ ഇങ്ങനെ? ശരിക്കും സത്യം പറഞ്ഞേ, നീ എപ്പോഴും കൺഫ്യൂസ് ആക്കിക്കൊണ്ടേയിരിക്കും. ശരി, നീ ഒരു കാര്യം ചെയ്യേ, നീ നിന്റെ മുഖം മറക്കണ്ട, മാസ്ക് ഇല്ലാണ്ട് മോഷ്ടിച്ചോ. അത് പറ്റില്ല ചേട്ടാ, ആരെങ്കിലും തിരിച്ചറിയില്ലേ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ ട്യൂബ്ലൈറ്റ് ഇപ്പോഴെങ്കിലും കത്തിയല്ലോ, അതുകൊണ്ടാ പറഞ്ഞ മാസ്ക് വെക്കേണ്ടത് അത്യാവശ്യമാണെന്ന്. മോഷണം നടത്തണം, പിടിക്കപ്പെടാൻ പാടില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവും പറയേണ്ടി വരില്ല. മനസ്സിലായോ? മോഷണം നടത്താൻ അവിടുന്ന് പോവാ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഏട്ടാ. ഹലോ. ആ കിരൺ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യ, നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. പൃഥ്വി ഇപ്പൊ പുറത്തേക്ക് വരും. ആ അതാ പൃഥ്വി വരുന്നുണ്ട്. സമീർ റെഡിയാവോ? ഒരു ഗുണമില്ലാത്ത മസിൽസിനെ ഡെവലപ്പ് ചെയ്തോണ്ട് വരിക വൃത്തിയായിട്ടവൻ. ഓ പ്ലീസ്, ഹീസ് മൈ ഡാർലിംഗ്. ഓഫ് കോഴ്സ് ഡിയർ, ഹീസ് യുവർ ഹീറോ. നിന്റെ ഹീറോ വരുന്ന കണ്ടോ? ഓൾ സെറ്റ് അല്ലേ? സമി, പൃഥ്വി അതാ പുറത്തേക്ക് വരുന്നുണ്ട്. സൂക്ഷിച്ചു വേണം. നിന്റെ മുഖം അവൻ ഒരിക്കലും കാണാൻ പാടില്ല. എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്തിട്ട് അവിടെ നിന്ന് പോക്കണം. ദാറ്റ്സ് ഇറ്റ്. എന്റെ കിരൺ ചേട്ടാ, നിങ്ങൾ എന്നെ ശരിക്കും പെടുത്തിയല്ലോ. എന്തായാലും അകപ്പെട്ടു മോനെ. ഇനി ഒരു വഴിയേ ഉള്ളൂ, ചെയ്യേണ്ടത് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാ. ഓൾ ദി ബെസ്റ്റ്. ശരി ഏട്ടാ. ഈ ഗിരീഷ് ഏട്ടൻ ഇതെവിടെയാ? ഇതുവരെ അച്ഛമ്മയ്ക്ക് ജ്യൂസ് കൊടുത്തില്ലല്ലോ. നോക്ക്, നീ പൃഥ്വി നന്നായി ശ്രദ്ധിക്കണം. ഒരു തെറ്റും പറ്റാൻ പാടില്ല. ശരി. കിരൺ എന്തിനാ പൃഥ്വിയുടെ പേര് പറഞ്ഞത്? ഇനിയിപ്പോ പൃഥ്വിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്ന എന്തെങ്കിലും അവന്റെ മനസ്സിലുണ്ടോ? ഈ ചെക്കന്റെ മനസ്സിൽ ഉറപ്പായും പൃഥ്വിയെ കുറിച്ച് എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഐ എം 100% ഷുവർ ഇവൻ നന്നാവാനേ പോകുന്നില്ല. ഉറപ്പായും പൃഥ്വിയുമായി എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോവാ. എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാകും മുൻപ് ഞാൻ പൃഥ്വിയെ ഫോൺ ചെയ്ത് അലേർട്ടായിരിക്കും പറയണം. പ്രീത, ഗുഡ് മോർണിംഗ് പ്രീത. എന്താ ഇത്ര രാവിലെ തന്നെ? ഡയൽ ചെയ്തും പോയല്ലോ. പക്ഷെ ഞാൻ കിരണിനെ കുറിച്ച് ചിന്തിച്ചത് അത് തെറ്റാകാൻ സാധ്യതയുണ്ടല്ലോ. ചിലപ്പോ പൃഥ്വിയുടെ പേര് അങ്ങനെ പറഞ്ഞതല്ലെങ്കിലോ? ഇല്ല, എനിക്കറിയാവുന്നതല്ലേ കിരണിന്റെ സ്വഭാവം. അവന്റെ മനസ്സിൽ ഒന്നുമില്ലാതെ അവൻ പൃഥ്വിയുടെ പേര് പറയില്ല. എന്തോ പ്രശ്നമുണ്ട്. ഈ അലവലാതി ആരെ രാവിലെ എന്നെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നേ? എനിക്കറിയില്ല. അങ്ങനെ അല്ലെന്നേ, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ എനിക്ക് നന്നായിട്ട് അറിയാം ഇവൻ ആരുടെ ഫോണാ വരുന്നേന്ന്. ഹലോ പ്രീത, ക്യാൻ യു ഹിയർ മീ? ഇനി ആരെങ്കിലും ഫോൺ ചെയ്താണോ? അല്ലല്ല, അത് ഇല്ല, ഒന്നും മിണ്ടാത്തതുകൊണ്ട് എനിക്ക് തോന്നി ഇനി നീ അറിയാതെ എങ്ങാനും വിളിച്ചാണോ? മാറി വിളിച്ചതൊന്നുമല്ല, ഞാൻ നിങ്ങളെ തന്നെയാ വിളിച്ചത്. അത് പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യത്തില് അലേർട്ട് ആക്കാനുണ്ട്. അലേർട്ടോ? എന്ത് കാര്യത്തിന്? എടാ, ഫോണൊന്ന് താഴെ വെക്ക, അല്ലെങ്കിൽ എന്റെ ആൾക്കാര് പൊസിഷനിലേക്ക് വരുമ്പോ നിനക്ക് ഡൗട്ട് തോന്നുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റും ചെയ്യാനുണ്ട്. റിക്വസ്റ്റോ? പ്രീത, നീ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്നു പറ. എന്തുണ്ടെങ്കിലും തുറന്നു പറയാം. നോക്ക്, നമുക്കിടയിൽ ഒരു ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല, ഓക്കെ? കാരണം നമ്മൾ പരസ്പരം ജീവിതം മുഴുവൻ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് നിനക്ക് എന്താണോ പറയാനുള്ളത് അത് ധൈര്യമായി തുറന്നു പറഞ്ഞോ. ആക്ച്വലി കാര്യം എന്താന്ന് വെച്ചാ, എനിക്ക് കിരൺ പറയുന്നത് കേട്ടപ്പോ തോന്നിയത് അവൻ ഒരു പക്ഷെ എന്തോ കാര്യം ഉണ്ടാക്കി നിങ്ങളോട് വഴക്കിടാൻ പോവുകയാണെന്ന്. അത് പിന്നെ എനിക്കിപ്പോ നിങ്ങളോട് ഇത്രയും റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. അഥവാ അവൻ നിങ്ങളോട് വഴക്കിടാനോ മറ്റോ വന്നാലും നിങ്ങൾ ഒന്നും പറയാൻ പോകരുത്. എന്നുവെച്ചാ നിങ്ങൾ അവനെ ഇഗ്നോർ ചെയ്താൽ മതി, നിങ്ങൾ അവനെ അവോയ്ഡ് ചെയ്താൽ മതി. ഒന്നും പറയാൻ നിൽക്കണ്ട. ഐ മീൻ, അവനോട് വഴക്കിട്ടിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്കിത് തോന്നിയതാ, അവൻ ചിലപ്പോ എന്തിനെങ്കിലും വേണ്ടി നിങ്ങളെ കാണാൻ വന്നതാകും. പൊട്ടി ക്രിക്കറ്റ് പ്ലെയർ.
പ്രീത, ഡോണ്ട് വറി അറ്റ് ഓൾ. ഞാൻ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോകുന്നില്ല. നീ എന്താണോ പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഓക്കെ? പിന്നെ താങ്ക് യു സോ മച്ച്. നീ എന്നെ കുറിച്ച് ചിന്തിച്ചല്ലോ. ഐ മീൻ, നീ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നു. എന്നെ കുറിച്ച് നിനക്ക് ഇത്രയും ശ്രദ്ധയുണ്ടല്ലോ പ്രീത. ഇറ്റ് ഫീൽസ് റിയലി സ്പെഷ്യൽ. താങ്ക് യു സോ മച്ച് പ്രീത. ഓക്കെ ഓക്കെ, ഐ വിൽ ക്യാച്ച് യു സൂൺ. ബൈ. വെൽക്കം. താങ്ക് യു. ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല അതെനിക്ക് ആരെ കുറിച്ചുള്ള ചിന്തയാണെന്ന്. കിരണിനെ കുറിച്ചാണോ അതോ പൃഥ്വിയോ? ഓ, എനിവേ, നന്നായി ഞാൻ പൃഥ്വിയെ വോൺ ചെയ്തത്. ഇതല്ല ഈ മണ്ടൻ കിരൺ കാരണം സംഭവിച്ചത്. എനിക്കറിയില്ല നിന്റെ തലയിൽ എന്ത് ചെളി അടഞ്ഞിരിക്കുന്നതെന്ന്. ചിലപ്പോ ഈ പ്രോബ്ലം, ചിലപ്പോ ആ പ്രോബ്ലം, എപ്പോഴും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓ, ഈ കിരൺ എന്നെ ടെൻഷൻ ആക്കിക്കൊണ്ടേയിരിക്കും. നോ ലിമിറ്റ്. നീ കൊള്ളാം മോനെ കിരൺ നമ്പ്യ. യു ആർ ദ ബെസ്റ്റ്. ജീവൻ വേണമെങ്കിൽ ബാഗ് എടുക്കാൻ. എന്റെ മനസ്സിൽ നീ ബാഗ് ഇങ്ങനെ വലിക്കല്ലേ. ബാഗ് വിട്ടുകൊടുത്തേക്ക് അവനെ. ഒന്ന് വേഗം. മാനസി, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അതാരാ ഓടിപ്പോയത്? പൃഥ്വി, ആ കള്ളൻ എന്റെ ബാഗും കൊണ്ട് ഓടിപ്പോയി. നോക്ക്, എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. ഞാൻ ഹീൽസ് ഇട്ടൊക്കെയല്ലേ. പൃഥ്വി, എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ? എന്റെ ബാഗ് തിരികെ കൊണ്ട് തരാവോ? ഓഫ് കോഴ്സ്. നീ ഒരു കാര്യം ചെയ്യും, ഇത് പിടിക്കും. ഞാൻ ഇപ്പൊ തന്നെ അവനെ പോയി പൊക്കിയിട്ട് ആ ബാഗ് പോയിട്ട് വരാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഒരു മിനിറ്റ് ബ്രോ, ഒരു മിനിറ്റ്. ആ ഓടിപ്പോന്ന പയ്യനില്ലേ, അവന് ഷോളൊന്ന് കൊടുക്കാമോ? എന്തിനു ചേട്ടാ ഞാനെന്തിനാ കൊടുക്കുന്നേ? അതെന്താന്ന് വെച്ചാൽ അവര് രണ്ടുപേരും സഹോദരങ്ങളാ. അവരൊരു പന്തയം വെച്ചായിരുന്നു, അതാ ഓടുന്നത്. ഇത് അവരുടെ മുത്തശ്ശിയുടെ ഷോളാണ്. ഫേവറേറ്റ് ഷോളാ ഇത്. ഇത് വീണുപോയി. ഒന്ന് കൊണ്ടുപോയി കൊടുക്ക പ്ലീസ്. പ്ലീസ് ബ്രോ, ഒന്ന് വേഗം കൊണ്ടുപോയി കൊടുക്ക പ്ലീസ്. നിനക്ക് വേണ്ടി ചെയ്യാം ഹാൻസം സിറ്റി മാൻ. ഒന്ന് ഷോൾ കൊണ്ടുപോയി കൊടുക്ക പ്ലീസ് യാർ. ആദ്യം നീത്താ ഹെൽമെറ്റ് ഓക്കെ ഓക്കെ ഇട്ട് തരൂ. ഇതെങ്ങാനും പ്രീതി അറിയാണെന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. ആരും അറിയാതെ ഇത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തേ പറ്റൂ എനിക്ക്. ഹീറോ ബെസ്റ്റ് ഓഫ് ലക്ക്. മുഖം ഒന്ന് കാണിച്ചിട്ട് പോ. മുഖം ഒന്ന് കാണിച്ചിട്ട് പോവാൻ. നിനക്ക് ബാഗ് മോഷ്ടിക്കണം അല്ലേ? നിങ്ങളുടെ ബാഗ് എടുത്തോണ്ട് മോഹം കാണിക്കണം. നിന്നെ പോയിട്ടിറങ്ങി എന്നെ നീ എടുത്ത് ഓട്ടിക്കുമല്ലേ? നിന്നെ എന്നെ തെമ്മാടി. നീ എന്റെ പെണ്ണിന്റെ ബാഗ് മോഷ്ടിക്കല്ലേ? സമീർ, നീ എന്താ ഈ ചെയ്യുന്നേ? ഇങ്ങനെ അടി വാങ്ങാതെ നിന്നോട് മുഖം മറക്കാനല്ലടാ പറഞ്ഞതോ. ഇത് എന്താ നീ കാണിക്കുന്നേ? അവനെ ചവിട്ടി തള്ളിയിട്ട് വേഗം അവിടെ നിന്ന് പോ നോക്ക്. ഹലോ ഹലോ സമീർ മാനസി, നീ ഇത് എവിടെയാ? ഒന്ന് വേഗമായി ഇങ്ങോട്ട്. വെരി ഗുഡ് അല്ലേ?
ഞാൻ നല്ലതായിട്ട് പെർഫോം ചെയ്തില്ലേ? അതെ അതെ നന്നായിരിക്കുന്നു. ഒന്ന് ചെല്ല്, അവനിപ്പോ കൊന്നു കളയാ ചെറുക്കനെ. നീ മോഷ്ടിക്കല്ലടാ പട്ടി. നീ പെണ്ണുങ്ങളെ പേടിപ്പിക്കലടാ. ഇനി നീ ഇങ്ങനെ വല്ലത് കാണിച്ചാലുണ്ടല്ലോ, ഇങ്ങനത്തെ ഇടിയായിരിക്കില്ല നിനക്ക് കിട്ടാൻ പോകുന്നത്. ചവിട്ടി കൂട്ടി തല്ലി കൊല്ലുവടാ നിന്നെ. പൃഥ്വി, പേഴ്സ് കിട്ടിയല്ലോ, ഇനി മതിയാക്ക്, തിരിച്ചു വാ. ഇല്ല മനസ്സി, ഇവരെ ഞാൻ വെറുതെ വിടില്ല. ഇവൻ നിന്നെ ഉപദ്രവിച്ചു. എന്റെ ചേട്ടാ ഒന്ന് പോയി നോക്ക്, എന്താ ഇത്ര ട്രാഫിക് ജാം? പൃഥ്വി, നീ എന്നെ കരുതി ഇങ്ങനെ തിരിച്ചു വാ. അയ്യോ, സമീറിനെ ആരാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? സമീർ, സമീർ, സമീർ എഴുന്നേൽക്ക്. ഇത് എന്ത് മനുഷ്യരോ, ഒന്ന് ഹെൽപ്പ് പോലും ചെയ്യത്തില്ല. ഇത്ര അടികൊള്ളുന്ന കണ്ടിട്ടും. വാ വാ, എഴുന്നേൽക്ക്, വാ, കൈ ഇങ്ങെടുക്ക്, ഇവിടെ പിടിച്ചോ, പതുക്കെ പതുക്കെ. അങ്ങോട്ട് വാ വാ, അങ്ങോട്ട് പോവാം. നീ എന്നെ തടഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ ആ കള്ളനെ ഞാൻ ശരിയാക്കിയാനെ. അവൻ നിന്നെ ഉപദ്രവിച്ചത്. അവൻ ആരാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്?